നിങ്ങൾ പറഞ്ഞ പോലെയൊന്നും ആന ചെയ്തില്ല. എങ്കിലും പറഞ്ഞ 50 രൂപ കൂടുതലുണ്ട്. ഇനി ഈ പ്രദേശത്ത് കണ്ടുപോരുത്. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അരപ്പണി ആശാനെ അറിയിപ്പിക്കരുതെന്നാ. നീ വാ. For the health of all the wild elephants in the Kumangali forest, and for the defeat of the journalist and the health of the Arapapan. ആന വീണ്ടും വന്നു. കാട്ടാനേ? നിങ്ങൾക്കെന്താ എത്ര പേടി? സിദ്ധിയുള്ള ആളല്ലേ, ഇപ്പൊ ഓടിച്ചതുമല്ലേ? വലിയ ദേവരെ ആനയുടെ രൂപത്തിൽ വന്നിരിക്കുക. അനിയൻ കുഞ്ഞെ, നീ പോയി നോക്കിയാ മതി. വലിയ ദേവർക്ക് ചെറിയ ദേവരോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ കാണും. അപ്പോ കൊച്ചു ദേവർ നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ പോകാല്ലേ? നമ്മളവിടെ ചെല്ലുമ്പോ ചിലപ്പോ ആന പോയി കാണുമല്ലേ? എന്നാലും പോവാം. ആത്മാർത്ഥമായി പറയുകയാണ്. പല സന്ദർഭങ്ങളിലും ഞാൻ അറിയാതെ എന്നെ കാത്തുരക്ഷിച്ച നീ ഇത്തവണ കൂടി എന്നെ രക്ഷിക്കണം. തിരിച്ചു പോടാ. മാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ മരണ പോരാട്ടമാണ്. തിരിച്ചു പോടാ കുട്ടാ, തിരിച്ചു പോ. പോടാ, പോയി കാറിയാറ്. പോടാ. നിന്നോട് ഞാനാ പറഞ്ഞത്, പോകാൻ. പോടാ കുട്ടാ. തെളിയിക്കും, തെളിയിക്കും. കൊള്ളത്തിന് ഞാൻ തെളിയിക്കും. കൊച്ചുദേവരെ പരീക്ഷിക്കരുത്. കൊച്ചുദേവരെ പരീക്ഷിച്ചവരാരും തന്നെ ജീവിച്ചിരുന്നിട്ടില്ല. താമസിക്കാനുള്ള സൗകര്യം തന്നപ്പോ എനിക്കിട്ട് പാര വെക്കുന്നു. പരീക്ഷണം എന്നോട് വേണ്ട. തെളിയിക്കും, തെളിയില്ലെങ്കിൽ തെളിയിക്കും.
മഷിയിട്ട് തെളിയിക്കും. മൂപ്പന്മകൾ വേണി ആരെ വന്നപ്പോൾ നീ എന്നെ ധ്യാനിച്ചോ? വിശ്വസിക്കരുത്. എന്നാൽ നീ ധ്യാനിക്കുന്നതിന് മുമ്പ് ഇവളെന്നെ ധ്യാനിച്ചു. അനാവശ്യം പറയരുത്. മിണ്ടിപ്പോകരുത്. ഇതുവരെ നിന്റെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന എന്റെ ആത്മാവാണ്. ഇപ്പോൾ നീ വെറും ശരീരം. ഞാൻ കൊച്ചുദേവ. സക്സസ്, എവരിതിങ് സക്സസ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ കാട്ടാന പോകുമെന്ന്, ആപത്ത് മാറുമെന്ന്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ലേ? മൂപ്പര് സംശയമുണ്ടോ? ഇല്ലേ? അയ്യോ. ഇല്ല. Stupid nonsense. Stupid is your father. You. എവരെ താങ്ക്സ്. അവര് തന്നേലും 100 രൂപ കൂടുതലുണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ.